സൈനാസ് ബ്യൂട്ടി അക്കാദമി ജോയിൻ ചെയ്യൂ. നിങ്ങൾക്കൊരു മികച്ച ബ്യൂട്ടീഷ്യൻ ആവണമെന്നാണോ ആഗ്രഹം? 3 മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ആഗ്രഹവും ഞങ്ങളിലൂടെ സഫലമാക്കാം. കൂടാതെ സൈനാസ് മേക്ക് ഓവേഴ്സ് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കുന്നു മികച്ച ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ. ബ്രൈഡൽ മേക്കപ്പ്, പാർട്ടി മേക്കപ്പ്, ഫാഷൻ മേക്കപ്പ്, എല്ലാവിധ സ്കിൻ ട്രീറ്റ്മെന്റുകളും, ഹെയർ ട്രീറ്റ്മെന്റ്, സെമി പെർമനന്റ് മേക്കപ്പുകളായ മൈക്രോ നീഡിലിംഗ്, കൂടാതെ വാക്സ് റിമൂവൽ, സ്പാ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയ സേവനങ്ങൾ അത്യാധുനിക മിഷനറികളുടെ സഹായത്തോടുകൂടി ഞങ്ങളുടെ മികച്ച ടെക്നീഷ്യന്മാർ ചെയ്തു നൽകുന്നു. ഫീൽ ദ ഡിഫറൻസ്. സൈനാസ് ബ്യൂട്ടി അക്കാദമി ആൻഡ് സൈനാസ് മേക്ക് ഓവേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. വഴിക്കടവ് ചുരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി എക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റാണ് വഴിക്കടവ് ചുരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. എക്കോ വേസ്റ്റ് മാനേജ്മെന്റിലെ 50-ൽ പരം സ്ത്രീകൾ ഉൾപ്പെടുന്ന ജീവനക്കാരാണ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും നിരവധി വർഷക്കാലമായി മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സ്ഥാപനമാണ് എക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റ്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച ശുചീകരണ പ്രവർത്തനത്തിൽ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംലത്ത് നെയ്തക്കോടൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും എക്കോ വേൾഡ് മാനേജിംഗ് ഡയറക്ടർ ഇബ്രാഹിം അമ്മംകുളങ്ങര അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. ഉദ്ഘാടന കർമ്മത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ വേലു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ്, മെമ്പർമാരായ നാണി അലങ്ങാടൻ, ഫൌസിയ, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽ, ക്ലീൻ കേരള കമ്പനി ജില്ലാ മാനേജർ വരുൺ ശങ്കർ, പൊതുപ്രവർത്തകനായ ജാഫർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. വേണ്ടി കർമ്മനിരതരായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ഇതിൻ്റെ പ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ പറയാനുള്ളത് ഇത്രമാത്രം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു സന്ദേശം, അതായത് ഈ വേസ്റ്റ് എന്ന് പറയുന്ന സാധനം ഇത് നമ്മൾ കൺട്രോൾ ചെയ്ത് മറ്റൊരു രീതിയിലേക്ക് ഇത് മാറ്റുമ്പോൾ മാത്രമാണ് നമ്മുടെ നാട്ടിൽ സുരക്ഷയുണ്ടാകുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ വേറൊരു കാര്യമാണ്, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നേരെ മുന്നിലേക്ക് തുപ്പുന്ന ഒരു സമ്പ്രദായത്തിലാണ് നമ്മളിവിടെ ജീവിച്ചു പോന്നിട്ടുള്ള അവസ്ഥ. കാരണം അതിനുള്ള വിപുലമായ ഏരിയയും സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിലും കൂടിയിട്ട് ഇന്ന് ജനപ്പെരുപ്പത്തിൻ്റെയും മറ്റും കാരണം കൊണ്ട് തന്നെ എല്ലായിടത്തും ഈ മാലിന്യം നിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ പലർക്കും കണ്ടത്. അതിനൊക്കെ എതിരായിട്ടുള്ള അത് എങ്ങനെ മാനേജ്മെൻറ്റ് ചെയ്യണമെന്നുള്ള നല്ലൊരു അവബോധമാണ് നമ്മുടെ ഈ എക്കോ വേൾഡ് പോലുള്ള സംഘടനകൾ ഈ രംഗത്ത് പ്രവർത്തിച്ചതിന് നമുക്ക് നൽകുന്ന സന്ദേശം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മളെ നാട്ടിൽ പല ഭാഗത്തു നിന്നായിട്ട് വരുന്ന ടൂറിസ്റ്റുകൾ വളരെ കാര്യമായിട്ട് പറയാറുണ്ട്, ഞങ്ങൾക്ക് കായലുണ്ട്, കോഴിക്കോട്ട് നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ ഞങ്ങൾക്ക് കടലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്നും പറയാനില്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയാറുണ്ട്, ഞങ്ങൾക്ക് ചുരമുണ്ട്. നിങ്ങൾക്ക് ചുരമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഈ ചുരത്തിലൂടെ ഒരു പ്രാവശ്യം സഞ്ചരിച്ചാൽ കൺകുളിർക്ക് കാണുന്ന മനോഹരമായ ദൃശ്യങ്ങൾ എന്തു തന്നെയായാലും അവരുടെ മനസ്സിൽ അവശേഷിക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളോട് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മളെ ചുരം നമുക്ക് നന്നായിട്ട് മോടി പിടിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെയുള്ള എല്ലാ മാലിന്യങ്ങളും ഇവിടുന്ന് അങ്ങേയറ്റം എല്ലാം നിർമ്മാർജ്ജനം ചെയ്ത് നമ്മൾ വളരെയേറെ മനോഹരമാക്കേണ്ട ഒരു പ്രദേശമാണ് ഇത്. ഇന്നിപ്പോൾ രാവിലെ ഇവിടെ വന്നപ്പോൾ നിങ്ങളെയൊക്കെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു കുളിർമ ഇത് നമുക്ക് വേറെ എവിടെയെങ്കിലും ചെന്നാലൊന്നും കിട്ടൂല, ഒരു സത്യം തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഇറങ്ങേണ്ട ആളുകൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്കൊരു വഴികാട്ടിയായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു ദിശാബോധം നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള എക്കോ വേൾഡിൻ്റെ പ്രവർത്തകരെ ഞങ്ങൾ അങ്ങേയറ്റം മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഏകദേശം 500 കിലോയോളം അജൈവ പാഴ്വസ്തുക്കളാണ് ചുരം റോഡിന് ഇരുവശത്തു നിന്നുമായി എക്കോ വേൾഡ് തൊഴിലാളികൾ ശേഖരിച്ചത്. വാർഷികാഘോഷ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ പൂക്കോട്ടുംപാടം വരെയുള്ള സംസ്ഥാന പാതയുടെ ഇരുവശവും നിലമ്പൂർ ടൗൺ പ്രദേശത്ത് വരുന്ന ചാലിയാർ പുഴയുടെ ഭാഗങ്ങളും എക്കോ വേൾഡ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇന്നേ ദിവസം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. N4 ന്യൂസ്, വഴിക്കടവ്. നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ജനുവരി 26 മുതൽ 30 വരെ. 26-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 6:30 ഉത്സവ കൊടിയേറ്റ്. തുടർന്ന് ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന സിംഗിൾ തായമ്പക.
27-ാം തീയതി രാവിലെ 8 മണിക്ക് ക്ഷേത്രം മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ. വൈകുന്നേരം 5 മണിക്ക് നിലമ്പൂർ ഗോപിയുടെ നേതൃത്വത്തിൽ ലക്ഷ്മി നാരായണ വാദ്യകലാസംഘം അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം. ദീപാരാധനയ്ക്ക് ശേഷം രുദ്ര കലാവേദി നിലമ്പൂർ അവതരിപ്പിക്കുന്ന കുംഭാട്ടം. 7 മണിക്ക് ക്ഷേത്രം മാതൃസമിതിയുടെ തിരുവാതിരക്കളി. തുടർന്ന് നിലമ്പൂർ പത്മശ്രീ ഡാൻസ് അക്കാദമിയുടെ നൃത്തനൃത്യങ്ങൾ. 28-ാം തീയതി വൈകുന്നേരം 6:30 സർപ്പബലി. 7 മണിക്ക് നിലമ്പൂർ ലാസ്യലയ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി. തുടർന്ന് ശ്രീ വെച്ചൂർ ശങ്കറും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത സദസ്സ്. 29-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് നടുവത്ത് ശ്രീമതി ജാനകിയമ്മ നടത്തുന്ന ഭക്തി പ്രഭാഷണം. 11 മണിക്ക് പ്രസാദവൂട്ട്. 11:30 ഭരതനാട്യം അവതരിപ്പിക്കുന്നത് സ്വാതി PV നിലമ്പൂർ. തുടർന്ന് KV ലേഖ നിലമ്പൂർ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം. തുടർന്ന് നാദാർച്ചന ഭജൻ സുരുക്കുന്ന ഭക്തിഗാന സുധ. 2:30 ഫറോക്ക് ബാലമുരുക കലാസമിതിയുടെ കുംഭാട്ടം കാവടിയാട്ടം. വൈകുന്നേരം 4 മണിക്ക് പാണ്ടിമേളം, കുംഭാട്ടം, കാവടിയാട്ടം, പൂക്കാവടി എന്നീ അകമ്പടിയോടെയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിണം. പാണ്ടിമേളം നയിക്കുന്നത് ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണൻ. മേളപ്രമാണിയായി 51-ൽ പരം വാദ്യകലാകാരന്മാർ. രാത്രി 9 മണിക്ക് ചിലങ്ക നൃത്തവിദ്യാലയം അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ. ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിലേക്ക് ഏവരെയും ഭക്തിപുരസരം സ്വാഗതം ചെയ്യുന്നു. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ.